ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ISK is English. ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആരാണ് ഇലിയഡിലെ ഹീറോ. ഹു ഈസ് ദ ഹീറോ ഓഫ് ഇലിയഡ്? ഹെക്ടർ ആണോ അതല്ല അക്വിലിസ് ആണോ ഇലിയഡിലെ ഹീറോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് ഹോമറിക് ഹീറോക്കുണ്ടായിരിക്കേണ്ട ചില ആട്രിബ്യൂട്ട്സ്, ചില ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയത് ഹെക്ടറും അതുപോലെ തന്നെ ഹെക്ടറിൻ്റെ ഭാര്യയും മകനും തമ്മിലുള്ള ആ ഒരു സംഭാഷണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. അതായത് ഹെക്ടറിനോട് യുദ്ധത്തിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഭാര്യയും മകനും പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെക്ടറിന് കുടുംബത്തോട്, തൻ്റെ ഭാര്യയോടും മകനോടും വളരെ സ്നേഹമുള്ള ഒരു ഫാമിലി മാനാണ് ഹെക്ടർ. പക്ഷെ എന്നിട്ടും അയാൾക്ക് യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതിന്റെ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറയാണ്. ഒരിക്കലും അത്തരത്തില് തൻ്റെ ഒരു സഹായം ആവശ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും മാറി നിന്ന് ഭീരു എന്ന ലാബലിൽ മാറി നിൽക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല. അത്തരത്തിൽ ആളുകൾ തന്നെ കുറിച്ച് സംസാരിക്കുന്നത്, തന്നെ പുച്ഛിക്കുന്നത് അയാൾക്ക് സഹിക്കുന്ന കാര്യമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഹെക്ടർ തന്നെ പറയാണ്. All this weighs on my mind too, dear woman. തന്റെ ഭാര്യയോട് പറയാണ്. But I would die of shame to face the men of Troy and the Trojan women trailing their long robes if I would shrink from battle now a coward. അതായത് കുടുംബത്തെ ഓർത്തിട്ട്, അതല്ലെങ്കിൽ ഭാര്യയുടെയും മകന്റെയും കൂടെ താമസിക്കുന്നതിന് വേണ്ടി യുദ്ധക്കളത്തിൽ നിന്നും താൻ അവിടുന്ന് ഒളിച്ചോടി പോന്നു കഴിഞ്ഞാൽ തന്നെ കുറിച്ച് ആളുകളെ ഭീരു എന്ന് വിളിക്കുന്നത് ഓർത്തിട്ട് അതിന്റെ അപമാന ഭാരത്താൽ താൻ മരിക്കുമെന്നാണ് ആര് പറയുന്നത്? ഹെക്ടർ പറയുന്നത്. കാരണം അങ്ങനെ ഓടിപ്പോന്ന് ആ ഒരു ആളുകളെ തന്നെ ഭീരു എന്ന് വിളിക്കുന്നത്, അപമാനത്തോടു കൂടി കേൾക്കുന്നതിനേക്കാൾ നല്ലത് തനിക്ക് മരിക്കുന്നതായിരിക്കും എന്നാണ് ആരുടെ പക്ഷം? ഹെക്ടറുടെ. The only reason Hector does not give up fighting even when he knows the odds are stacked against him. അതായത് ഈ യുദ്ധത്തിൽ പങ്കെടുത്താൽ തനിക്ക് നേരിടാനുള്ള തടസ്സങ്ങൾ വളരെ ഭീകരമാണ്. ഇതറിഞ്ഞിട്ടും, കാരണം യുദ്ധത്തിൽ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, ഇതറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഹെക്ടർ യുദ്ധത്തിൽ പിന്മാറുന്നില്ല? ബിക്കോസ് അയാൾ യുദ്ധത്തിലേക്ക് തന്നെ പോകുന്നു. അതിനുള്ള കാരണം പറയുന്നത്, he cannot take the disgrace of being called a coward. തന്നെ ഭീരു എന്ന് വിളിച്ച് അപമാനപ്പെടുത്തുന്നത് അയാൾക്കൊരിക്കലും സഹിക്കില്ല. he tells his wife, ഹെക്ടർ തന്റെ ഭാര്യയോട് പറയാണ്. എന്താണ് ഹെക്ടർ ഭാര്യയോട് പറയുന്നത്? he will actually die of shame. താൻ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നാൽ, യുദ്ധത്തിൽ നിന്നും മാറി നിന്ന് കഴിഞ്ഞാൽ ആളുകള്, അതായത് ട്രോജൻസ്, ഈ ആ നാട്ടിലെ ട്രോജൻസ്, അതായത് ട്രോജൻസ് ആയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും തന്നെ ഭീരു എന്ന് വിളിക്കുന്ന അപമാനം സഹിക്കവയ്യാതെ താൻ മരിക്കും. This thought of everyone remembering him as a coward is even more distressing than the pleasure of a peaceful life in the company of his wife and son. അയാൾ എന്താ പറയുന്നത് അറിയോ? അയാളുടെ മകന്റെയും ഭാര്യയുടെയും കൂടെ സന്തോഷകരമായി കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷത്തെക്കാൾ തൻ്റെ മനസ്സിനെ മതിക്കും, അല്ലെങ്കിൽ തനിക്ക് അപമാനമാകും താൻ ആ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഓടിപ്പോന്നിട്ട് നാട്ടുകാർ തന്നെ ഭീരു എന്ന് വിളിക്കുന്നത്. ഈ കിട്ടുന്ന സന്തോഷത്തെക്കാൾ തന്റെ മനസ്സിന് മോർ ഡിസ്ട്രസിങ്, മനസ്സിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ട് തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ തൻ്റെ ഭാര്യയുടെയും മകന്റെയും കൂടെ നിൽക്കുന്നതിനേക്കാൾ അയാൾ ആഗ്രഹിക്കുന്നത് യുദ്ധത്തിൽ പങ്കെടുക്കാനാണെന്നാണ് ആര് പറയുന്നത്? ഹെക്ടർ. കാരണം തന്നെ ഭീരു എന്ന് വിളിക്കുന്ന അപമാനം തനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നാൽ അക്വിലിസിന്റെ കാര്യം നോക്കൂ. ഈസ് ക്വയറ്റ് അൺകൺസേൺഡ്. അയാൾക്ക് യാതൊരു ചിന്തയുമില്ല അബൌട്ട് ഒബേയിങ് കിങ്സ് ഓർഡേഴ്സ്. അയാൾക്ക് രാജാവ് എന്തു പറയുന്നോ, രാജാവിന്റെ ആജ്ഞകൾ പാലിക്കണോ, ഈ കാര്യത്തിൽ അയാൾക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല. പിന്നെയോ ഓൺലി ഫൈറ്റ്സ് ഫോർ ഹിസ് ഓൺ റീസൺസ്.
അയാൾ യുദ്ധത്തിന് പോകുന്നതിന് അയാൾക്ക് അയാളുടേതായിട്ടുള്ള റീസൺസ് ഉണ്ട്. ഓൺലി വെൻ അക്വിലിസ് ഡിസൈഡ് ടു കം ടു ട്രോയ് ടു ഗാർണർ എറ്റേണൽ ഗ്ലോറി ഡസ് ഹി കം. അതായത് അയാൾ യുദ്ധത്തിലേക്ക് പോകുന്നത്, ട്രോയിലേക്ക് അയാൾ യുദ്ധം ചെയ്യാൻ വേണ്ടി അയാൾ പോകുന്നത് തനിക്ക് രാജ്യത്തോടോ അല്ലെങ്കിൽ രാജാവിനോടോ ഉള്ള കൂറുകൊണ്ടല്ല. ആ യുദ്ധത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ തനിക്ക് എറ്റേണൽ ഗ്ലോറി, താൻ എന്നും ഫേമസ് ആവും, തനിക്കെന്നും അഭിമാനം കിട്ടും, അതിനു വേണ്ടിയാണ്. ഓൺലി വെൻ ഹി ലേൺസ് അബൌട്ട് ഹെക്ടർ കില്ലിംഗ് പെട്രോക്ലസ് ഹി എൻറ്റേഴ്സ് ദ ബാറ്റിൽ ഫീൽഡ്. രണ്ടാമത്തെ കാര്യം, അയാൾ യുദ്ധത്തിന് പോകാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹെക്ടർ പെട്രോക്ലസിനെ കൊന്നു എന്നറിഞ്ഞപ്പോൾ അതിന് പക വീട്ടാൻ വേണ്ടി എൻറ്റേഴ്സ് ദ ബാറ്റിൽ ഫീൽഡ്, അയാൾ യുദ്ധക്കളത്തിൽ വരുന്നു. ഹി ഫൈറ്റ്സ് ഓഫ് ഹിസ് ഓൺ വൊളിഷൻ വിതൗട്ട് എനി റിഗാർഡ് ഓർ ലോയൽറ്റി ടു ദ കിങ്. രാജാവിനോടോ രാജ്യത്തോടോ ഉള്ള ഏതെങ്കിലും ഒരു വിശ്വാസ്യതയുടെ മേലിലോ അല്ലെങ്കിൽ കൂറിന്റെ മേലിലോ അല്ല അയാൾ യുദ്ധം ചെയ്യുന്നത്. അയാൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്, യുദ്ധത്തിലേക്ക് പോകുന്നത് ഹിസ് വൊളിഷൻ, അയാളുടെ മാനസികമായിട്ടുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരിക്കലും അയാൾ യുദ്ധത്തിൽ പോകുന്നത് ലോയൽറ്റി ടു ദ കിങ് അഗമെമ്നോൻ ഓർ എനി അതർ കിങ്, തന്റെ രാജാവായിട്ടുള്ള ലീഡറായിട്ടുള്ള അഗമെമ്നോൻ എന്ന രാജാവിനോടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജാവിനോടോ ഉള്ള വിശ്വാസ്യത കൊണ്ടല്ല. അക്വിലിസ് shows his pride when he refuses to fight for Agamemnon. ഇതിന്റെ തുടക്കത്തിൽ അഗമെമ്നോനോടുള്ള ശത്രുത കാരണം തനിക്ക് ലഭിച്ചിട്ടുള്ള വാർ ഡ്യൂട്ടി ക്ലെയിം ചെയ്തതിന്റെ പേരിൽ അയാൾ യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുന്നതിൽ അക്വിലിസിന്റെ അഹങ്കാരം നമ്മൾ കാണുന്നു. Leaves a question that leaves a question mark on his loyalty to his country. ഇവിടെ അയാളുടെ ആ ഒരു പ്രവൃത്തിയിൽ എന്തുമാത്രം അയാൾക്ക് രാജ്യത്തോട് കൂറുണ്ട്, അയാളുടെ രാജ്യത്തോടുള്ള കൂറ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവശേഷിക്കുന്നു. രാജ്യത്തോട് കൂറ് അല്ലെങ്കിൽ രാജാവിനോട് ലോയൽറ്റി ഉള്ള ഒരാളാണെങ്കിൽ അയാളുടെ പക മാറ്റിവെച്ച് അതിനേക്കാൾ വലുതായിട്ടുള്ള രാജ്യത്തോടുള്ള കൂറിന് വേണ്ടി അയാൾ യുദ്ധത്തിന് ഇറങ്ങേണ്ടതാണ്. ബട്ട് ഹിസ് റേജ്, റെപ്യൂട്ടേഷൻ, ഡിഗ്നിറ്റി, പ്രൈഡ് ആർ some of the key aspects in keeping with Homeric ideals of honor. ഹോമറിന്റെ കാലഘട്ടത്തിലെ ഒരു ഹീറോയുടെ ഹോണർ എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ പകയും അദ്ദേഹത്തിന്റെ അന്തസ്സും അഭിമാനവും അഹങ്കാരവും എല്ലാം ഹീറോയുടെ ഹോണറിനോട് നമ്മൾ ചേർത്ത് വായിക്കണം. അക്വിലിസ് റേജ് ഈസ് എ ഹ്യൂജ് പാർട്ട് ഓഫ് ഹിസ് ടെമ്പർമെന്റ്. നമുക്കറിയാം ഇവിടെ നമ്മൾ അക്വിലിസിന്റെ സ്വഭാവം, അയാളുടെ മാനസികാവസ്ഥയുടെ വലിയൊരു ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് അയാളിലെ പകയാണ്, അയാളുടെ ദേഷ്യമാണ്. ഇൻഫാക്ട് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി വി സീ ദാറ്റ് അക്വിലിസ് റേജ് ഈസ് പ്രോമിനന്റ്. അതായത് ഈ ഒരു സ്റ്റോറിയുടെ അല്ലെങ്കിൽ ഈ ഒരു പോയത്തിന്റെ തുടക്കം മുതൽ നമ്മൾ ഇതുവരെ അക്വിലിസിന്റെ പക അല്ലെങ്കിൽ അയാളുടെ ദേഷ്യം പ്രോമിനന്റ്, സ്ഥിരമായിട്ട് സ്ഥായിയായ ഭാവമായിട്ട് നമ്മൾ ഇവിടെ കാണുന്നു. എന്താണ് അക്വിലിസിന്റെ ദേഷ്യത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്? ഗോഡസ് സിംഗ് ദ റേജ് ഓഫ് പീലിയസ് സൺ അക്വിലിസ്. ഇവിടെ പറയാണ്, ദൈവങ്ങളോട് പറയാണ്, പീലിയസിന്റെ മകനായിട്ടുള്ള അക്വിലിസിന്റെ പക, ദേഷ്യത്തെ നിങ്ങൾ വാഴ്ത്തിപ്പാടൂ. ആരാണ് അക്വിലിസ്? Murderous doomed that cost Achaeans countless losses, hurling down to the house of death so many sturdy souls, great fighters souls. എന്താ പറയുന്നത്? ഒരുപാട് അക്യൻസിനെ, വളരെ ധീരന്മാരായിട്ടുള്ള അക്യൻസിനെ, ഗ്രീക്കുകാരെ യുദ്ധത്തിലേക്ക് നയിച്ച, അവരുടെ ജീവൻ ത്യജിക്കുന്നതിന്, അവരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഹൗസ് ഓഫ് ഡെത്ത്, മരണത്തിലേക്ക് തള്ളിവിട്ട അക്വിലിസ്. മാത്രമല്ല നല്ലൊരു ബറിയൽ, നല്ലൊരു ശവസംസ്കാരം, ഹോണർ ലഭിക്കേണ്ടതിനു പകരം മെയ്ഡ് ദെയർ ബോഡീസ് ക്യാരി ഓൺ ഫീഡ്സ് ഫോർ ദി ഡോഗ്സ് ആൻഡ് ബേർഡ്സ്. പക്ഷികൾക്കും ഡോഗ്സിനും അവരുടെ ശവശരീരം ഒരു സദ്യയായി മാറുന്നതിന് കാരണമായിട്ടുള്ള അക്വിലിസിന്റെ പക അല്ലെങ്കിൽ ദേഷ്യം, ഇതിന് കാരണമായിട്ടുള്ള അക്വിലിസ്, ആ അക്വിലിസിന്റെ ദേഷ്യത്തെ നിങ്ങൾ വാഴ്ത്തിപ്പാടും.
and the will of Zeus was moving forward its end. മാത്രമല്ല സ്യൂസ് ദേവന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു വിൽ അതിന്റെ എൻഡിലേക്ക് അതിന്റെ ലക്ഷ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. റെസ്പെക്ട് ഫോർ ദ ഡെഡ് ഈസ് എ മേജർ തീം ഇൻ ദിസ് പോയം. ഈ കവിതയിൽ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് മരിച്ചവരോടുള്ള റെസ്പെക്റ്റ് ആണ്. ഡെഡ് ബോഡിയോട് കാണിക്കേണ്ട റെസ്പെക്റ്റ്, ബഹുമാനം. വൺ ഓഫ് ദ വേസ് ടു ഷോ ദിസ് റെസ്പെക്റ്റ് or lack of it is evident in the confrontation between Achilles and Hector before they fight to death. അക്വിലിസും ഹെക്ടറും അവരുടെ ഫൈറ്റ് തുടങ്ങുന്നതിന് മുൻപ് അവർ തമ്മിൽ ഒരു കൺഫ്രോണ്ടേഷൻ, അവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ, ഒരു സംവാദം നടക്കുന്നുണ്ട്. ആ ഒരു സംസാരത്തിൽ രണ്ടുപേരുടെയും മരിച്ചവരോടുള്ള ഡെഡ് ബോഡിയോടുള്ള സമീപനം വ്യക്തമാവുന്നുണ്ട്, റിവീൽ ചെയ്യുന്നുണ്ട്. അക്വിലിസ് ഈസ് ഓൾവേസ് എ മാൻ ഡ്രിവൺ ബൈ ഹിസ് റേജ്. അക്വിലിസ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ, ആ പടയാളിയെ, ആ വാരിയറെ മുന്നോട്ട് നയിക്കുന്ന ശക്തി എന്ന് പറയുന്നത് അയാളിലെ ദേഷ്യമാണ്, അയാളിലെ പകയാണ്. ബിഫോർ ദ ബാറ്റിൽ ബിറ്റ്വീൻ ഹെക്ടർ ആൻഡ് അക്വിലിസ് ബിഗിൻസ്. ഹെക്ടറും അക്വിലിസും തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഹെക്ടർ ഈസ് ഇൻ എ മോർ റീസണബിൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. വളരെ റീസണബിൾ ആയിട്ടുള്ള, വളരെ ശാന്തമായിട്ടുള്ള, വളരെ യുക്തിയുള്ള ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് ഹെക്ടറിനെ കാണുന്നു. വൈൽ അക്വിലിസ്, എന്നാൽ അതേസമയം അക്വിലിസ് ഈസ് എൻറേജ്ഡ് ആൻഡ് ഔട്ട് ഓഫ് ഹിസ് മൈൻഡ് ഡ്യൂ ടു ദി ഡെത്ത് ഓഫ് പെട്രോക്ലിയസ് സ്ലെയിൻ ബൈ ഹെക്ടർ. ഹെക്ടർ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള പെട്രോക്ലിയസ്, ആത്മസുഹൃത്തായിട്ടുള്ള പെട്രോക്ലിയസ്, ആ പെട്രോക്ലിയസിന്റെ കൊലപാതകത്തിലുള്ള വിദ്വേഷം, ആ പകയില് വളരെ രൗദ്രഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്ന അക്വിലിസിനെയും നമ്മൾ കാണുന്നു. When Hector suggests that whoever wins the battle should allow the loser's family and friends to take back the body to give the dead warrior a hero's farewell, Achilles refuses and replies. ഹെക്ടർ പറയാണ്, ഈ യുദ്ധത്തിൽ മരിക്കുന്നത് ആരാണെങ്കിലും ശരി, യുദ്ധത്തിൽ പരാജയപ്പെടുന്നത് ആരാണോ അയാളുടെ കുടുംബത്തിനും അയാളുടെ ഫ്രണ്ട്സിനും മരിക്കപ്പെടുന്നവരുടെ ഡെഡ് ബോഡി തിരിച്ചു നൽകുകയും അങ്ങനെ ആ മരിക്കുന്ന വ്യക്തിക്ക് നല്ലൊരു യാത്രയപ്പ്, നല്ലൊരു ശവസംസ്കാര ചടങ്ങ് നൽകാൻ നമ്മൾ അനുവദിക്കണം എന്ന ആവശ്യം ഹെക്ടർ അക്വിലിസിനോട് ആവശ്യപ്പെടുമ്പോൾ അക്വിലിസ് അതിനെ എതിർക്കുകയും വളരെ ദേഷ്യത്തോടുകൂടി അക്വിലിസ് ഹെക്ടറിനോട് സംസാരിക്കുകയാണ്. എന്താണ് അക്വിലിസ് സംസാരിക്കുന്നത്? ഡോണ്ട് ടോക്ക് ടു മീ ഓഫ് പാക്ട്സ്. താൻ സന്ധികളെ കുറിച്ച് താൻ എന്നോട് സംസാരിക്കണ്ട. നമുക്കിടയിൽ സന്ധികളോ ചർച്ചകളോ വേണ്ട. There are no binding oaths between men and lions. സിംഹങ്ങളും മനുഷ്യരും തമ്മിൽ സന്ധി സംഭാഷണങ്ങളില്ല. Wolves and lambs can enjoy no meeting of the minds. ചെന്നായ്കളും അതുപോലെ തന്നെ ചെമ്മരിയാടുകളും ആട്ടിൻകുട്ടികൾക്കുമിടയിൽ സന്ധി സംഭാഷണങ്ങളില്ല. They are all bent on hating on each other to the death. അവർക്കിടയിൽ മരണം വരെ ശത്രുത മാത്രമേ നിലനിൽക്കൂ. സോ അതുകൊണ്ട് വിത്ത് യു ആൻഡ് മീ, എന്റെയും നിന്റെയും ഇടയിൽ, നോ ലവ് ബിറ്റ്വീൻ അസ്, നമുക്കിടയിൽ സ്നേഹമില്ല. നോ ട്രൂ സ്റ്റിൽ വൺ ഓഫ് ദി അതർ ഫോൾസ് ആൻഡ് ഗ്ലഡ്സ് വിത്ത് ബ്ലഡ്. നമ്മളിൽ ഒരാൾ വീണ് രക്തം ചിന്തുന്നത് വരെ, മരിക്കുന്നത് വരെ നമുക്കിടയിൽ യാതൊരു സന്ധി സംഭാഷണങ്ങളും ഇല്ല. ഹെക്ടർ വാണ്ട്സ് ടു റെസ്പെക്ട് ദ ഡെഡ്. മരിച്ച ആളോട് റെസ്പെക്റ്റ് കാണിക്കണം എന്നാണ് ഹെക്ടർ ആവശ്യപ്പെടുന്നത്. എന്നാൽ അക്വിലിസോ ഹാസ് നോ റെസ്പെക്ട് ഫോർ ദ ഡെഡ്. ഡെഡ് ബോഡിയോട് യാതൊരു ബഹുമാനവും അക്വിലിസിനില്ല. ഹി ഈസ് ബ്ലൈൻഡ് വിത്ത് ആങ്കർ ഓവർ ദ ഡെത്ത് ഓഫ് പെട്രോക്ലിസ്. പെട്രോക്ലിസിന്റെ മരണത്തിൽ തന്റെ വിദ്വേഷം, പക, ദേഷ്യം കാരണം കണ്ണു കാണാത്തൊരവസ്ഥയിലാണ് അക്വിലിസ്. Not only does Achilles refuses to make a pact with Hector on honoring the dead,
but he shows utter contempt and disrespect to a fellow being of an equal stature. അതായത് ഹെക്ടറുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിന് അക്വിലിസ് തയ്യാറല്ല എന്ന് മാത്രമല്ല, തന്നെ പോലെ തന്നെ അല്ലെങ്കിൽ തനിക്ക് സമാനനായിട്ടുള്ള തന്നോട് ഈക്വൽ ആയിട്ടുള്ള ഒരു വാരിയർ എന്ന നിലയ്ക്കുള്ള ഒരു റെസ്പെക്റ്റോ ഒരു പരിഗണനയോ നൽകുന്നതിന് പകരം ഹെക്ടറിനോട് പുച്ഛമാണ് അക്വിലിസ് കാണിക്കുന്നത്. Unmindful of the nobility of Hector, he goes on to demonstrate his disrespect for the dead. ഹെക്ടറിന്റെ നൊബിലിറ്റി, ഹെക്ടറിന്റെ മഹത്വം ഒട്ടും പരിഗണിക്കാതെ മരിച്ചവരോടുള്ള തന്റെ വിദ്വേഷം അല്ലെങ്കിൽ ഡെഡ് ബോഡിയോടുള്ള ആ ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മ അദ്ദേഹം ഇവിടെ കാണിക്കുന്നു. എങ്ങനെയാണ് കാണിക്കുന്നത്? കില്ലിംഗ് ഹെക്ടർ, ഹെക്ടറിനെ കൊന്നിട്ട് dragging his body tied to his chariot into Greek camp. ഹെക്ടറിന്റെ ഡെഡ് ബോഡി തന്റെ രഥത്തിൽ കെട്ടി വലിച്ച് ഗ്രീക്ക് ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു. ഈ രീതിയിൽ ആ ഡെഡ് ബോഡിയോടുള്ള റെസ്പെക്റ്റ് ഇല്ലായ്മ ആരോട് തന്നെ കാണിക്കുന്നു? ഹെക്ടറിനെ കൊന്നിട്ട് ഹെക്ടറിന്റെ ഡെഡ് ബോഡിയോട് തനിക്ക് സമാനനായിട്ടുള്ള ഒരുപാട് മഹത്വങ്ങളുള്ള നോബൽ ക്വാളിറ്റീസ് ഉള്ള ഹെക്ടർ ആ ഒരു പരിഗണന പോലും കൊടുക്കാതെ ഹെക്ടറിനെ കൊന്നിട്ട് ആ ഡെഡ് ബോഡി വലിച്ച് ഗ്രീക്ക് ക്യാമ്പിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുന്നു. ദോ ഇൻ ദ എൻഡ് ഹി റിട്ടേൺസ് ദ ബോഡി ടു പ്രിയാം, ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഹി ഷെയർസ് ഹെക്ടേഴ്സ് നൊബിലിറ്റി ടു റെസ്പെക്ട് ദ ഡെഡ്. എന്നാൽ ഇതിന്റെ അവസാനത്തിൽ ഹെക്ടറിന്റെ ഡെഡ് ബോഡി ഹെക്ടറിന്റെ ഫാദർ ആയിട്ടുള്ള പ്രിയാമിന് തിരിച്ചു നൽകുന്നു. ഒരിക്കലും ഹെക്ടറിൻ്റേതുപോലുള്ള ഒരു റെസ്പെക്റ്റ് ഡെഡ് ബോഡിയോട് കാണിക്കുന്നത് കൊണ്ടല്ല. എന്തുകൊണ്ടാണ് തിരിച്ചു നൽകിയത്? ഹി ഫീൽസ് എംപതറ്റിക് ടുവേർഡ്സ് പ്രിയാം, ദ ഫാദർ ഓഫ് ബ്രേവ് യങ് മാൻ ഹൂം ഹി ഹാസ് കിൽഡ്. താൻ കൊല ചെയ്ത ധീരനായിട്ടുള്ള ഹെക്ടർ, ആ ഹെക്ടറിന്റെ ഫാദർ ആയിട്ടുള്ള പ്രിയാമിനോടുള്ള എംപതി. എന്തുകൊണ്ടുള്ള എംപതിയാണ്? ഹൂ റിസംബിൾസ് ഹിസ് ഓൺ ഫാദർ. ആ പ്രിയാമിനെ കാണുമ്പോൾ ഹെക്ടറിന് തൻ്റെ ഫാദറായിട്ട് തോന്നുകയാണ്. അതുമാത്രമല്ല, ഹി എക്സ്പീരിയൻസസ് വികാരിയസ് ഗ്രീഫ്, ഇമാജിൻസ് ഹൗ ഹിസ് ഫാദർ വുഡ് ഹാവ് ഫെൽറ്റ് ഹാഡ് ദെയർ റോൾസ് ബീൻ റിവേഴ്സ്ഡ്. ഇപ്പോഴത്തെ റോള് റിവേഴ്സ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഹെക്ടർ കൊല ചെയ്യപ്പെട്ടതിന് പകരം താനാണ് കൊല ചെയ്യപ്പെടുന്നതെങ്കിൽ ഹെക്ടറിന്റെ ഫാദറിന് പകരം തൻ്റെ ഡെഡ് ബോഡി ആവശ്യപ്പെട്ടുകൊണ്ട് തൻ്റെ ഫാദറാണ് വരുന്നതെങ്കിൽ ഒരു നിമിഷം അക്വിലിസ് ചിന്തിക്കാം. ആ ചിന്തയിലാണ് അക്വിലിസിന് പ്രിയാമിനോട് ഹെക്ടറിന്റെ ഫാദറിനോട് ഒരു അനുകമ്പ തോന്നുന്നത്. വിത്ത് ഹി ബീങ് ദ വിക്ടിം, ഹെക്ടറിന് പകരം താൻ വിക്ടിം ആവുകയാണ്, താനാണ് കൊല ചെയ്യപ്പെടുന്നത്. ഹെക്ടർ ദ വിക്ടർ, തനിക്ക് പകരം ഹെക്ടർ വിജയമാവുകയാണെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും രംഗമെന്ന് ഹി വിഷ്വലൈസസ് ദ സീൻ. ആ രംഗം അയാളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാണ്. വെൻ ഹിസ് ഫാദർ പീലിയസ് വുഡ് ഹാവ് ബീൻ ഫോഴ്സ്ഡ് ടു പ്ലീഡ് വിത്ത് പ്രിയാം ഹാഡ് ഹിസ് സൺ ബീൻ കിൽഡ്. തൻ്റെ മകൻ കൊല്ലപ്പെട്ട്, അതായത് അക്വിലിസ് കൊല്ലപ്പെട്ട് അച്ഛനായിട്ടുള്ള പീലീസ് ഹെക്ടറിന്റെ മുൻപിൽ വന്ന് മകന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടി യാചിക്കുന്ന രംഗം അയാളുടെ ഭാവനയിൽ അയാൾ കാണാണ്. സോ അതുകൊണ്ട് ഹെക്ടറിന്റെ ഫാദർ ആയിട്ടുള്ള പ്രിയാമിനോട് അദ്ദേഹത്തിന് ഒരു എംപതി, ഒരു അനുകമ്പ തോന്നാണ്. അതുകൊണ്ട് മാത്രമാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ആ ഡെഡ് ബോഡി വിട്ടുകൊടുക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഹെക്ടർ കാണിക്കുന്ന അതേ റെസ്പെക്റ്റ് അക്വിലിസ് ഡെഡ് ബോഡിയോട് കാണിക്കുന്നത് കൊണ്ടല്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സോട് കൂടി നമുക്ക് ഈ യൂണിറ്റ് നമുക്ക് തീർക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധാരണ പറയുന്ന പോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതിലുപരിയായിട്ട് വീഡിയോ കാണുന്ന ആളുകളെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.